ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധോളോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ നടക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. സുഖവും സേഫും ഒക്കെ ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് സേഫായിട്ടും ഒക്കെ ഇരിക്കുന്നു. ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. കാരണം എനിക്ക് ഒത്തിരി ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരുന്നു, ഒത്തിരി ഫലപ്രദമായ ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പം രാവിലെ ആയതുകൊണ്ട് ഇച്ചിരി തൊണ്ടയ്ക്ക് ഒരു കിശ് കിശ് ഉണ്ട്. ചേട്ടായി രാവിലെ തന്നെ കടയിൽ പോയിട്ടുണ്ട്. അപ്പം ചേട്ടായി പോയി കഴിഞ്ഞാൽ എൻ്റെ നെക്സ്റ്റ് പരിപാടി ഇതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീക്കുന്നു, നമ്മൾ ചിയ സീഡിൻ്റെ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ ആ ഒരു ഡ്രിങ്ക് കുടിക്കുന്നു. അത് കഴിഞ്ഞ് ചേട്ടായിക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്ത് ചേട്ടനെ പറഞ്ഞു വിട്ട അന്നേരം പിന്നെ അടുത്ത എൻ്റെ ഇപ്പോഴത്തെ കുറച്ച് നാളായിട്ടുള്ള ഒരു പരിപാടി ഇതാണ്. അതിനിടയ്ക്ക് എനിക്ക് നഖം പറിച്ചപ്പോഴത്തേനും ഒന്ന് സ്റ്റോപ്പായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് വ്യത്യാസങ്ങൾ എൻ്റെ ശരീരത്തിൽ അറിയാനും പറ്റി. കാരണം നമ്മളൊരു കാര്യം ചെയ്താൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. കാരണം നമുക്കറിയാം ചിലരൊക്കെ പ്രകസനം, അയ്യോ ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾ ഇത് ചെയ്തു, ഞങ്ങൾ തന്നെ ഇത് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറയും. പക്ഷേ ഒന്നും ഒരു 4-5 ദിവസത്തേന് മാത്രമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ആവാണ്ട് കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ഫലപ്രദമായ വീഡിയോയാണ് കേട്ടോ. ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോയാണ്. അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ ഒരു നല്ല കാര്യം നിങ്ങളിലോട്ട് കൂടെ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ. ഒത്തിരി പേര് എന്നെ പോണത് സ്ത്രീകൾ, ലേഡീസ്, അത് കൊച്ചു പിള്ളേർ എന്നാ ഒരു 10-25 ഈ പ്രസവമൊക്കെ കഴിഞ്ഞ പിള്ളേരെ ആയിക്കോട്ടെ, പിന്നെ അല്ലാതെ എന്നെ പോണൊക്കെ 10, 40, 50 ഒക്കെ വയസ്സുള്ളവരായിക്കോട്ടെ, 35 ഏതൊരു ഏജിലും ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ്. അല്ലാണ്ട് പ്രായത്തിനൊന്നും ഒരു ഇതില്ല. നമ്മളാണ് നമ്മളെക്കുറിച്ച് വിലയിരുത്തേണ്ടത്, മറ്റൊരാളല്ല നമ്മളെക്കുറിച്ച് വിലയിരുത്തേണ്ടത്. ആ വില ഇടാനായിട്ട് വേറൊരാളെ നമ്മൾ അനുവദിക്കാണ്ടിരിക്കുക. പിന്നെ അപ്പം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ആരെയും ഒരു ഇത് ചെയ്യാണ്ട്, ഒരു ഫോക്കസ് ചെയ്യാണ്ട് നമ്മുടെ സ്വന്തം കാര്യം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവും ഒക്കെ നിലനിർത്താനായിട്ട് നമ്മൾ തന്നെ കഴിവതും പരിശ്രമിക്കണം. ശരിയല്ലേ? ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനും പറ്റും, എന്തൊരു വില ജീവിക്കാനും നമുക്ക് പറ്റും അല്ലേ? ഈ പണിയുന്ന കാശ് മൊത്തം കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ നോക്കുമ്പോഴേ എനിക്ക് ഈ നട്ടലിൻ്റെ പ്രശ്നമൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഒരു 5-8 വർഷമായിട്ട്, 8 ഇപ്പം 9 വർഷം, 8 വർഷം ഞാൻ നട്ടലിന് ബെൽറ്റ് കെട്ടിയ ഒരു ലേഡിയാണ്. അപ്പോൾ ഓർത്ത് നോക്കി എത്ര വർഷമായത്. അപ്പം അങ്ങനെ എന്താ പറയുക, എന്നിട്ടും എനിക്ക് ഈ വേദനയ്ക്കൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനെ ഓരോ കുട്ടി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നട്ടലിൻ്റെ പ്രശ്നത്തിനാണല്ലോ ഒത്തിരി വ്യത്യാസമുണ്ട്, കാലിൻ്റെയും കൈയുടെയും ഒക്കെ വേദനയ്ക്കൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പിന്നെ നമുക്ക് സാരി കൊടുക്കുമ്പോഴാണേലും നല്ല ഇത് കണ്ടോ, നോക്കിയേ വലിയ ഓവറായിട്ട് വേദന തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തന്നെ അറിയാം എൻ്റെ ബോഡിയിലെ വ്യത്യാസം ഭയങ്കരമായിട്ട് എനിക്കറിയാൻ പറ്റും. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇത് നല്ല വീഡിയോ ആയിരിക്കും, ആരും മിസ് ചെയ്യാണ്ടായി കാണുക. പറ്റുന്നവരൊക്കെ എന്നിട്ട് ഉള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ 1-2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും പറഞ്ഞാൽ മതി. ആദ്യം ഈ പറഞ്ഞ കണക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കൈക്ക് വേദനയായിരിക്കും. പിന്നെ ഈ സൈഡ് രണ്ടുമില്ലേ ഇവിടെ, ഇവിടെ രണ്ടും നല്ല വേദന എടുക്കും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ആക്കരുത്. അത് നമ്മുടെ ശരീരത്തിന് ഫലം ആയി എന്നുള്ളതിൻ്റെ സൂചനകളാണ് ആ വേദനകളൊക്കെ. അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു ശരീരം നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഓവർ പൊണ്ണത്തടിയും കൊളസ്ട്രോള്, ഷുഗർ, BP ഇങ്ങനെയുള്ള ഒത്തിരി രോഗങ്ങളും ഇതിൽ നിന്ന് നമുക്ക് കൺട്രോൾ ആക്കാൻ പറ്റും. അപ്പം ഒരു പരിധി വരെ മെൻ്റലി ഇങ്ങനെ ഒന്നും ഒരു ജോലിയും ചെയ്യാണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യവും നമ്മുടെ ശരീരത്തിനോട് പോലും നമുക്കൊരു സ്നേഹം ഇല്ലാണ്ട്, നമ്മുടെ ശരീരം പോലും നമ്മൾ പരിപാലിക്കാണ്ട് ഒക്കെ ഇരുന്ന് ഇങ്ങനെ വേണ്ട എന്താ പറയുന്നത്, തലയിലോട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടുന്നവർക്കാണ് ഈ ഒത്തിരി അസുഖങ്ങളും കാര്യങ്ങളും ഡിപ്രഷനും പിന്നെ എന്താ പറയുക എന്നും ഹോസ്പിറ്റലിൽ കയറ്റും ഒക്കെ ഉള്ളത് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കേട്ടോ. അപ്പോൾ ഒരു പരിധി വരെ നമ്മളെടുത്ത് നോക്കി ഒത്തിരി. ഇപ്പം ഇത് ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ട ഒരു സാറിൻ്റെ ഇതിൽ നിന്ന് എടുത്തതാണ്. ഇപ്പം ഞാനൊരു 4 മാസമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഒരു 10-20-25 ദിവസത്തോളം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ നഖം പറിച്ചപ്പോൾ. പക്ഷേ എനിക്കത് ഭയങ്കര, ഞാനിപ്പോൾ എവിടെ ചെന്നാലും ചേച്ചിയോടെ പോകണോ, കോട്ടയത്ത് പോകണോ, എവിടെ പോകണോ, സന്തോഷത്തോടെ പോകണോ, എവിടെ പോയാലും ഞാൻ നൈറ്റ് അവിടെയാണ് കിടക്കുന്നതെങ്കിൽ ഞാനത് കൃത്യമായിട്ടും 6 വീട്ടിലാണെങ്കിലും അത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. കാരണം നമ്മുടെ ഫോണിനകത്ത് തന്നെ ഉണ്ട്, നമുക്ക് നോക്കി ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പം ഒരു പാടുമില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതൊരു കുറച്ച് സമയമായി ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല ഒത്തിരി. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു 25 മിനിറ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും മാറ്റി വെച്ചാൽ നമുക്ക് ആയുസ്സും കൂടും, ആരോഗ്യവും കൂടും, സൗന്ദര്യവും കൂടും കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ പോയി വീഡിയോ കാണാൻ.
അപ്പം തന്നെ ഞാനിവിടെ ചെറിയൊരു മാറ്റിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മാറ്റിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടൈലിൽ നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് കാലിന് പെയിൻ ഉണ്ടാവും. ടൈല് നമുക്ക് തണുപ്പല്ലേ. അപ്പം എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ഒരു മാറ്റം നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, ചെരുപ്പ് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പം തന്നെ എല്ലാം സെറ്റാക്കി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെറ്റിയൊക്കെ ഇങ്ങോട്ടൊക്കെ കുറച്ച് നീക്കിയത്. അല്ലെങ്കിൽ ഞാൻ അവിടെ കുറച്ചുകൂടെ അപ്പുറത്ത് നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സെറ്റിങ് മാറ്റിയത്. കുറച്ച് സ്പേസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, വലിയ പാടൊന്നുമില്ല. ഇതൊരു 10-20-25 മിനിറ്റ് ഏകദേശം വരും. അപ്പം നിങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ ഇത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി എൻ്റെ വയറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം നേരത്തെ ആദ്യം ഇതിൽ എന്നാ പറയുന്നത് ജോഗിങ് ആണ് തുടങ്ങുന്നത്. ഓട്ടോ ചാട്ടോ ഒന്നുമില്ല, വലിയ പാടൊന്നുമില്ല. നമുക്ക് പോകാൻ നേരെ വീഡിയോയിലുണ്ട് വായോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ജോയിങ് ആണ് കേട്ടോ. ചുമ്മാ ഇങ്ങനെ നടക്കുക. നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ ആയിട്ട് നടക്കാൻ പോകുമായിരുന്നു കേട്ടോ, ഞാനും നമ്മുടെ ഉഷേച്ചിയൊക്കെ കൂടെ ചേർന്ന്. പക്ഷേ പട്ടിയെ പേടിച്ചിട്ട് പോകാൻ പറ്റത്തില്ല, പിന്നെ കള്ളന്മാരെ പേടിച്ചിട്ട് പോകാൻ പറ്റത്തില്ല, കുറുവായും കറുവായും ഇപ്പം പേടിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുമോ വഴിയേ? ഒന്നും വയ്യ. ഇതാകുമ്പോൾ നമ്മുടെ വീടിനകത്ത് നമുക്ക് സേഫ്റ്റി ആയിട്ട് സുരക്ഷിതമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ചെയ്യാം. ഇത് നടക്കുന്നതിന് നമ്മൾ കൈ വീശി പുറത്തോട്ട് നടക്കുന്നതിന് നല്ല പോണക്ക് തന്നെയുണ്ട് കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ കൈയും ഒക്കെ ആട്ടി കാലും അതേ മുണക്ക് പറ്റുന്ന മുണക്ക് ഉയർത്തി നടക്കുക. അത് നമ്മൾ കൗണ്ട് ചെയ്യുക കേട്ടോ. ഒരു 20 പ്രാവശ്യമൊക്കെ കൗണ്ട് ചെയ്ത് നമ്മൾ യോഗ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് കേട്ടോ. കാല് അങ്ങോട്ടും ഇങ്ങോട്ടും, കൈ രണ്ടും ഇടുപ്പിന് വെച്ചിട്ട് കാല് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മുടെ ആ ഇടുപ്പിൻ്റെ അവിടുത്തെയൊക്കെ ഉള്ള ഇതിനൊക്കെ ഒത്തിരി ഫലപ്രദമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊരു 4-5 മാസമായിട്ട് തുടർച്ചയായിട്ട് ചെയ്തിട്ട് ഈ നഖം പറിച്ചപ്പോൾ ചെയ്യാണ്ടിരുന്നപ്പോഴത്തേനും എനിക്ക് ശരീരത്തിന് പെട്ടെന്ന് വ്യത്യാസം വന്നു. അതുതന്നെയല്ലേ എനിക്ക് ഷോൾഡറിന് പെയിന് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് വലത് കൈയുടെ നമ്മുടെ കഷത്തിൻ്റെ അവിടെ ഒരു ചെറിയ നീര് വരിക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ടല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴത്തേനും പിന്നെ അതിനിടയ്ക്ക് കഥപ്പിൻ്റെ സൗണ്ടും അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കാമെന്ന് വെച്ചത്. അപ്പം വേദനയ്ക്കൊക്കെ ആ കഷത്തിലെ നീരിനും ഒക്കെ കുറവുണ്ടായിരുന്നു കേട്ടോ. ഈ എക്സസൈസ് ഉണ്ടോ, ഇതുണ്ടോ, കാല് ക്രോസ് ചെയ്യുക, കൈ രണ്ടും ബാക്കിലോട്ട് ഇങ്ങനെ അത്യാവശ്യം നല്ല ബലം പിടിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നതാണോ, സോറി, കൈ ബാക്കിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ. അത് കാണുമ്പോൾ ഈസി ആയിട്ടോ ഇതൊന്നും വലിയ കാര്യം തോന്നും. പക്ഷേ ഇതൊക്കെ നന്നായിട്ട് ചെസ്റ്റിനും ബാക്കി നമ്മുടെ ഈ എന്നാ പറയുന്നത് ഷോൾഡറിൻ്റെ പുറകിലത്തെ എല്ലൊക്കെ ഇല്ലേ, അതിനൊക്കെ പെയിനുള്ളതൊക്കെ മാറി കിട്ടും കേട്ടോ. എനിക്ക് ഈ എക്സസൈസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ആ കഷത്തിൻ്റെ അവിടെ വരുന്ന നീരൊന്നും ഇല്ലാണ്ടായി. അങ്ങനെ കുറേ എൻ്റെ ശരീരത്തിന് വ്യത്യാസങ്ങൾ വന്നു കേട്ടോ. അതാണ് ഞാൻ നിങ്ങളിലോട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഇതും കൗണ്ട് ചെയ്യുക. എല്ലാം ചെയ്യുമ്പോഴും ഒരു 30 പ്രാവശ്യം വെച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ നിർത്തി നമ്മൾ വേറെ കാര്യങ്ങളിലോട്ട് ശ്രദ്ധ പോകേണ്ട. ഉടനെ തന്നെ നമ്മൾ ജോഗിങ് ചെയ്യുക. ജോഗിങ് ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യുമ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ആക്റ്റീവ് ആണ് താനും, എന്നാൽ ബ്രേക്ക് ആണോ എന്ന് ചോദിച്ചാൽ ബ്രേക്ക് ആണ് താനും കേട്ടോ. കേട്ടോ, അപ്പം നമ്മൾ അതും ഒരു ഈ ഇടയ്ക്കത്തെ ജോഗിങ് ചെയ്യുമ്പോഴേ നമ്മൾ ഒരു 20 പ്രാവശ്യമൊക്കെ കൗണ്ട് ചെയ്യുക. ബാക്കി എക്സസൈസ് എല്ലാം 30 പ്രാവശ്യം കൗണ്ട് ചെയ്യുക. നമ്മുടെ വീട്ടിലാകുമ്പോൾ നമുക്ക് ആരും ഇതാവും എന്ന് വിചാരിക്കണ്ടല്ലോ. അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. കൈ ഉണ്ടാവും ഇങ്ങനെ മുട്ടയെ കൊണ്ട് മുട്ടിക്കുക, ബാക്കിലോട്ട് കൈ ഇങ്ങനെ കൊണ്ടുപോവുക, മുട്ട് പൊക്കാന്ന് അത്രയും പൊക്കിയിട്ട്. അപ്പം വയറിനൊക്കെ ഒത്തിരി നല്ലൊരു എക്സസൈസ് ആണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ വോയിസ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. നിങ്ങൾക്കൊരു ഒന്നുകൂടെ ഒരു ക്ലിയർ ആകുന്നത് അങ്ങനെ വോയിസ് കൊടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. അപ്പം ഇതൊക്കെ ഒരു 30 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. ഇതൊരു സാറ് ചെയ്യുന്ന എക്സസൈസ് കണ്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. പക്ഷെ എൻ്റെ ശരീരത്തിന് ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്രദമായി. ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ 80 കിലോ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാനിപ്പോൾ 77 കിലോയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റെപ്പും കഴിയുമ്പോഴേ നമ്മൾ ജോഗ് ചെയ്യുക. പിന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഈ എക്സസൈസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ, രാവിലെ എന്നാ പറയുന്നത് ഒരു 9 മണിക്ക് മുമ്പായിട്ട് ഒന്നെങ്കിൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ വൈകിട്ടാണെങ്കിൽ ഒരു 5 മണിക്ക് ശേഷം ചെയ്യുക. കണ്ടോ, ഇപ്പോൾ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രോസ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടോട്ട് കൈ ഇങ്ങനെ മടക്കി കൊണ്ടുപോകണം കേട്ടോ. ആ കൈ ഇങ്ങനെ ചെയ്യുന്നത് നല്ല ബലത്തിനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇപ്പം ഞാനും ഓർത്തപ്പോഴേ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു പതിയെ ചെയ്യുന്നു നമുക്ക് അല്ല കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കൈയുടെ ഈ മുട്ടിൻ്റെ ഒക്കെ അവിടുത്തെ പ്രശ്നമില്ലായിരുന്നു, വേദനയൊക്കെ. അതിനൊക്കെ ഈ എക്സസൈസ് ഒക്കെ ചെയ്തപ്പോഴത്തേനും ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. അതിനെല്ലാം കുറച്ച് അത്യാവശ്യം നല്ലതായിട്ട് ബോഡി വെയിറ്റ് കുറഞ്ഞു, വണ്ണം കുറയുകയും ചെയ്തു കേട്ടോ. അതാണ് ഞാൻ നിങ്ങളോട്
എനിക്കുണ്ടായ മാറ്റങ്ങൾ പറയാമെന്ന് തീരുമാനിച്ചത്. അപ്പം ഇങ്ങനെ ചെയ്താലും നമ്മൾ പിന്നെയും ചിലപ്പോൾ നമുക്ക് മടുപ്പൊക്കെ തോന്നും. അഥവാ മടുപ്പൊക്കെ തോന്നിയാലും നമുക്ക് വെള്ളം കുടിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയാലും വെള്ളം കുടിക്കുക. ഒരു 2-3 സെക്കൻഡിൽ കൂടുതൽ റെസ്റ്റ് എടുക്കരുത് കേട്ടോ. ഒരു 5 to 10 സെക്കൻഡിൽ കൂടുതൽ റെസ്റ്റ് എടുക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യണം, എന്നാലേ അതിന് ഫലം കാണത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന മാതിരി ആയിപ്പോവും, ആദ്യം മുതൽ ഒന്നേന്ന് ചെയ്യുന്ന പോലെ ആയിപ്പോവും. അപ്പം ഞാൻ ഇപ്പം ചേടായി പോയി കഴിഞ്ഞാൽ അന്നേരം ഇത് ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്ക് ഒത്തിരി മനസ്സിനും സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ ആരോഗ്യം നല്ലതാണെങ്കിൽ നമുക്ക് ഒത്തിരി ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാം, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാം. ആരോഗ്യം ഉണ്ടെങ്കിൽ മനസ്സും നല്ലതാവും. നമുക്ക് ആ സാറ് നല്ല ഇതായിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ചെയ്യാനായിട്ടൊരു ഇഷ്ടം തോന്നും. അപ്പോൾ അടുത്ത വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കേട്ടോ, കൈ ഇങ്ങനെ ഇതാക്കുക, എന്നിട്ട് ഓരോ കാലും പൊക്കിയിട്ട് അതിനെ മുട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൈ രണ്ടും കൂടെ മുട്ടിക്കുക. ഇതൊക്കെ വയറിന് നല്ലതാണ് കേട്ടോ. വയർ കുറയാനും ഒക്കെ ഒത്തിരി നല്ലൊരു എക്സസൈസാണിത്. ഇതിനകത്തുള്ളതെല്ലാം ഈ ഒരു 10, 20, 23, 25 മിനിറ്റ് ഉണ്ട്. അത് അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ഇങ്ങനെ വീഡിയോയിലകത്ത് കാണിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ. 30 പ്രാവശ്യം ഒന്നും കാണിക്കുന്നില്ല, കാരണം അല്ലെങ്കിൽ ഒത്തിരി ലെങ്തി ആയി പോവും. അതുകൊണ്ട് കേട്ടോ, കണ്ടോ, നമുക്ക് നിൽക്കാൻ തോന്നില്ല, നമുക്ക് പെട്ടെന്ന് ജോഗ് ചെയ്യാൻ തോന്നും. ആദ്യത്തെ ഒരു 2-3 ദിവസം എനിക്ക് ഈ സൈഡില്ലേ വയറിൻ്റെ സൈഡിനും പുറത്തിനും ഒക്കെ വേദന ഉണ്ടായിരുന്നു, മുട്ടിനും ഒക്കെ വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 3-4 ദിവസം ആയപ്പോഴത്തേനും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ വേദന എടുത്തു എന്ന് കരുതി നിങ്ങളത് വേണ്ടാന്ന് വെക്കരുത്. വേദന എടുത്താലും നമ്മുടെ ശരീരത്തിന് അത് ഫലപ്രദമായി എന്നാണ്, അത് നമ്മുടെ ശരീരമായിട്ട് ഇതാവുന്നുണ്ട്, നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും വരത്തില്ല, ഗുണമുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് ഫ്രണ്ടിലോട്ട് ഇച്ചിരി ആഞ്ഞ് കാലൊക്കെ ഒന്നിങ്ങനെ മുട്ടൊക്കെ ഒന്ന് ബെൻഡ് ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് ഇച്ചിരി ആഞ്ഞ് നിന്നിട്ട് നമ്മുടെ കൈ ഇങ്ങനെ ചങ്കിന് നേരെ ഇങ്ങനെ 2 കൈയും മാറ്റി മാറ്റി വയ്ക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ സത്യം തന്നെ ഉണ്ടല്ലോ, ഇതിലും എനിക്ക് ബോഡി വണ്ണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ എക്സസൈസ് ചെയ്ത് ഇന്നല്ലേ, അപ്പൊ ഈ പാലായ്ക്ക് പോകാനായിട്ടുള്ള ഈ 10 ദിവസവും ഞാൻ ഇത് ചെയ്തില്ല. അപ്പൊ എനിക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് ഇച്ചിരി വണ്ണം കൂടി കേട്ടോ. ഇതിലും വണ്ണം കുറവുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഇന്നായപ്പോഴത്തേനും ഇച്ചിരി കൂടെ നോക്കിയപ്പോൾ എനിക്ക് വണ്ണം കൂടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സാരിയൊക്കെ ഇടുമ്പോഴും ഡ്രസ്സ് ഇടുമ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ ബോഡിയിലെ ഷേപ്പ് വ്യത്യാസം വരുമ്പോൾ അറിയാലോ. മോതിരം ഇറുകും, എനിക്ക് പെട്ടെന്ന് വണ്ണം കൂടിയാൽ തന്നെ എൻ്റെ മോതിരം ഇറുകും. പിന്നെ ഡ്രസ്സിൻ്റെ ഒക്കെ കൈ ചേർത്തില്ല, എനിക്ക് കൈക്കും കാലിലുമാണ് പ്രത്യേകിച്ച് ഓവർ വണ്ണം. പിന്നെ വയറ് ഒന്നും പറയണ്ട, വയറൊക്കെ നന്നായിട്ട് കുറഞ്ഞായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ ഈ 10 ദിവസം ഞാൻ പാലാക്കി വെളുപ്പിനെ പോകുന്നതുകൊണ്ടേ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് രാവിലെ ചെയ്യാനായിട്ട് പറ്റിയില്ല. ആ 10 ദിവസം ചെയ്യാത്തതിൻ്റെ ഒരു ഇതിനകത്തുണ്ട്, മനസ്സിലാകാൻ പറ്റുന്നുണ്ട് എനിക്ക്. നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലായിരിക്കും, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ക്ലിയർ ആയിട്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുക, കൈ ഇങ്ങനെ വീശി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതും എന്നിട്ട് ബാക്കിലോട്ട് കൊണ്ടുപോകുന്ന അത്രയും കൈ പുറകിലോട്ട് കൊണ്ടുപോകുക, എന്നിട്ട് വീശി അടിക്കുക. നന്നായിട്ട് ശരീരം വിയർക്കും കേട്ടോ. വിയർത്താൽ തന്നെ ഒരു പരിധി വരെ നമ്മുടെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ പറ്റും. നമ്മുടെ എന്നാ പറയുന്നത്, ഈ പൊണ്ണത്തടി പകുതി മുക്കാലും കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ശരീരം വിയർക്കുന്നില്ല. നമ്മൾ വീട്ടിലെ അടുക്കളപ്പണി ചെയ്തെന്നും പറഞ്ഞുകൊണ്ടൊന്നും നമുക്ക് ഒരു ഇതും വരികയില്ല. അടുക്കളപ്പണി വലിയ കട്ടിയുള്ള പണിയാണോ? ഒന്നുമല്ല. നമ്മൾ ഈ ഇട്ടാവട്ടം നടന്ന് ഇച്ചിരി തോരൻ വെക്കുന്നു, ഇച്ചിരി കഞ്ഞി വെക്കുന്നു, ഇച്ചിരി കറി വെക്കുന്നു, അതൊന്നും വലിയ എക്സസൈസ് അല്ല. അതിൻ്റെ 4 ഇരട്ടി നമ്മൾ അകത്തോട്ട് കഴിക്കുക കൂടിയാ. അപ്പൊ ഇതിരുന്ന് എന്താ പറഞ്ഞേ, അമിതമായിട്ട് നമ്മുടെ ശരീരത്തിന് പൊണ്ണത്തടി കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫുഡ് ആരെങ്കിലും എന്നാ പോട്ടെ, ഇന്നൊരു ദിവസം ഞാൻ ഉച്ചയ്ക്കത്തേനുള്ള പണിയൊക്കെ രാവിലെ ചെയ്തു, എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണ്ടെന്ന് വെക്കുവോ? ആരും വെക്കത്തില്ല അല്ലേ. നമ്മളെല്ലാവരും സമയാസമയങ്ങളിൽ ഫുഡ് കഴിക്കും. അടുത്തത് കണ്ടോ, കാല് ക്രോസ് ചെയ്തു, എന്നിട്ട് കൈ ഇങ്ങനെ പൊക്കി. ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര വേദനയായിരുന്നു കേട്ടോ കൈക്ക്. ഇന്ന് കണ്ടോ, ഈ കൈ പൊക്കുന്നത് ചെയ്തപ്പോൾ എനിക്ക് ഷോൾഡറിൻ്റെ അവിടെ കട്ട് കാണിക്കുന്ന മാതിരിയൊക്കെ ആയിരുന്നു ആദ്യം. പക്ഷെ എനിക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ല, കൂളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പം 10 ദിവസം ചെയ്യാണ്ട് എന്നിട്ട് ഇപ്പം 2-3 ദിവസം ആയതുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് വീണ്ടും. അപ്പം നല്ല എഫക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി എക്സസൈസാണ് കേട്ടോ ഇതൊക്കെ. സത്യം എനിക്ക് ഒത്തിരി ഉപകാരപ്രദമായി. നമ്മൾ ഒരു പരിധി വരെ സ്ത്രീകൾക്ക് വണ്ണമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും ആകെ പാടാൻ മനസ്സിനും ഒരു ഇത്, എൻ്റെ ദൈവം പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്.
നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് നടക്കുക കേട്ടോ ചിരിച്ചോണ്ട്. നിൽക്കരുത് കേട്ടോ, നിൽക്കരുത്. ഇതിനകത്ത് ആ വോയിസ് ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോമഡി കൂടെ ആയേനെ. പക്ഷെ അതിനകത്ത് ഇടയ്ക്കിടയ്ക്കേ പിന്നെ ചീറ്റലും തുമ്മലും മറ്റേ താഴത്തുകാരുടെ മെഷീൻ്റെ സൗണ്ടും ഒക്കെ ഉണ്ട്. അവരിപ്പോൾ എന്നാണ് പണിയുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഇച്ചിരി രാവിലെ തുടങ്ങി അവർ പണി തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ഇന്നും ഒക്കെ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആരും ഉപേക്ഷ വിചാരിക്കരുത്, എല്ലാവരും ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഇച്ചിരി കാലിങ്ങനെ അകത്തി വയ്ക്കുക. കാലിങ്ങനെ ഇച്ചിരി അകത്തി വെച്ചിട്ട് കൈ ഉണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ ശത്രുവാണ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. എന്നിട്ട് ഇത് ബോക്സിങ് അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ച് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ഉടലൊക്കെ ഒന്ന് പിരിയും, മനസ്സിലായോ? അപ്പോൾ ഈ സൈഡ് വശമൊക്കെ ഒന്ന് നല്ലതായിട്ട് വലിഞ്ഞിട്ട് നല്ല ബോഡി ഷേപ്പും വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കെട്ടിക്കിടക്കുന്ന പിന്താവണ്ണം എല്ലാം മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് നല്ല എളുപ്പം ഈസിയാണ് ചെയ്യാനായിട്ട്. നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാം, ഏത് പ്രായക്കാർക്കും ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ ഈ പാലായി പോയില്ലേ, പാലായി ചെന്നപ്പോൾ ഈ 85 വയസ്സ് വരെയുള്ള അമ്മച്ചി അപ്പച്ചനും എല്ലാം നിന്ന് ഡാൻസ് കളിക്കും. ആരും ആരെയും നോക്കുന്നില്ല. അപ്പം അതിൽ നിന്നൊക്കെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ, നമ്മളെ കുറിച്ച് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തി നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. ആരെയും മൈൻഡ് ചെയ്യണ്ട. ഡാൻസ് അയ്യോ ഈ 85 വയസ്സുള്ള കളവ് എന്തിനാ ഡാൻസ് കളിക്കുന്നതെന്നൊക്കെ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ചോദിച്ചു കളയും. പക്ഷെ അങ്ങനൊന്നുമല്ല. ഇത് ആർക്ക് എപ്പം വേണേലും എന്ത് വേണേലും ചെയ്യാം. നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതിൻ്റെ ഇതാണ് ഞാൻ ഈ 10 ദിവസം അവിടെ പോയി കണ്ടത്, സത്യം. അപ്പം ആ അമ്മമാരൊക്കെ ഡാൻസ് ചെയ്യുന്നു, അപ്പന്മാരൊക്കെ ഡാൻസ് ചെയ്യുന്നു. എക്സസൈസോ നല്ല ശരിക്കും വരുന്നു കേട്ടോ. ഒരു 25 മിനിറ്റ് ടി വിക്കകത്തോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യിപ്പിക്കും. നമ്മൾ വെട്ടി വിയർത്ത് ഒഴുകും കേട്ടോ. അപ്പം തന്നെ നമുക്ക് എന്നാ പറ്റുന്നത്, കൊളസ്ട്രോൾ കുറയും. അതുകൊണ്ട് തന്നെ നമ്മളെ ശരീരം ഹീറ്റാക്കിയിട്ട് ആ മെഷീനെ കിടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം നന്നായിട്ട് ഹീറ്റാവും. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പാണ് നടന്നു. അത് കഴിഞ്ഞിട്ടുള്ളത് വേണ്ടേ, കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തു. എന്നിട്ട് കൈ മുകളിലോട്ട് ഇങ്ങനെ വീശി 2 സൈഡിലോട്ടും വീശി പൊക്കണം കേട്ടോ. കണ്ടോ, പറഞ്ഞോണ്ട് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് നമ്മൾ സംസാരിക്കാണ്ട് അങ്ങ് ചെയ്താലും മതി. അതാകുമ്പോൾ സംസാരിക്കാണ്ട് ചെയ്യുമ്പോഴത്തേനും നമുക്കൊന്നുകൂടെ കഥപ്പൊക്കെ ഇതാവണ്ട്. ആദ്യം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര കഥ പറഞ്ഞു. അതിനെല്ലാം അന്നേരം എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. ഇപ്പം ഈ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഞാൻ ചെന്ന് നോക്കിയിട്ട് എനിക്ക് കൊളസ്ട്രോൾ ഇല്ല. അതുപോലെ തന്നെ ഇസ്നോഫീലിയ ഭയങ്കര തുമ്മലും ചീറ്റലുമായിരുന്നു. ഇത് സ്ഥിരം ചെയ്യുവാണെങ്കിൽ എനിക്ക് അതിനൊരു പരിധി, ഒരു ശമനം വരെ ഇസ്നോഫീലിയയും കുറവുണ്ട് കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഹീറ്റാവും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പം. നമ്മൾക്ക് തണുത്ത് പറഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കൂടുതലും വരുന്നത്. അപ്പം ഇടയ്ക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കുടിച്ചോളൂ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അതിനാണ് കേട്ടോ. വെള്ളം വേണം തോന്നിയാൽ. ഇല്ലെങ്കിൽ നമ്മൾ വെറും വയറ്റിൽ രാവിലെ തന്നെ ഇച്ചിരി, ഞാനിപ്പോൾ ഇത് ചിയ സീഡിൻ്റെ വെള്ളം കുടിച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത് കേട്ടോ. അപ്പം ഇനി അടുത്തത് ഏതാണെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഷോൾഡറിനും ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞാൽ ഇത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു കൈക്ക്, ഷോൾഡറിൻ്റെ. എന്നിട്ട് ഞാനൊരു 10 പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേനും നിർത്തുമായിരുന്നു ഫസ്റ്റ് കേട്ടോ. അതുകൊണ്ട് 30 പ്രാവശ്യമൊക്കെ എനിക്കിപ്പോൾ കൂളായിട്ട് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, കാലിച്ചിരി അകത്തി വയ്ക്കുക. എന്നിട്ട് കൈ മുകളിലോട്ടും താഴോട്ടും ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം. അപ്പം നമ്മുടെ ഈ സൈഡ് ഉണ്ടല്ലോ, 2 സൈഡും ഇടുപ്പ് തൊട്ട് മുകളിലോട്ടുള്ള ആ സൈഡ് ഭാഗം നന്നായിട്ട് വലിയും. നമുക്കറിയാൻ പറ്റും നമ്മുടെ ബോഡി ഇങ്ങനെ മുകളിലോട്ട് വലിയുന്നത്. അപ്പം ആ പുറത്തൊക്കെ ഇങ്ങനെ 2-3 അടുക്ക് മാതിരി ആയിരുന്നു എനിക്ക് 80 കിലോ ആയപ്പോഴത്തേനും വണ്ണം കൊണ്ട്. എന്നിട്ട് ആ ഒരു ഞുറിവൊക്കെ എനിക്ക് മാറി കിട്ടിയായിരുന്നു കേട്ടോ. ആ സൈഡിലത്തെ ഇതൊക്കെ മാറി കിട്ടിയായിരുന്നു കേട്ടോ. സൈഡ് നല്ല സൂപ്പറായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നടക്കുക. ഒത്തിരി വ്യത്യാസം വന്നു. പക്ഷെ ഇപ്പം ഈ 10 ദിവസം ഞാൻ ചെയ്യാണ്ട് ചെയ്തപ്പോൾ എനിക്ക് വീണ്ടും ലേശം കൂടെ ബോഡി വെയിറ്റ് കൂടുകയാണ് ചെയ്തത്. എന്നോ 80 കിലോന്ന് 77 കിലോ വരെ ആയായിരുന്നു ഞാൻ. 3 കിലോ കുറഞ്ഞായിരുന്നു. ഇത് കണ്ടോ, ഇതും നല്ലൊരു എക്സസൈസ് ആണ്. കാലും കൈയും ഒരുപാട് പ്രവർത്തിക്കും. ഇത് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ക്രോസ് ചെയ്യുന്ന കണക്ക്. ഇടുപ്പിനും നല്ലതാണ്, കാലിനും നല്ലതാണ്, കൈക്കും നല്ലതാണ്, ചെസ്റ്റിനും നല്ലതാണ്. ഇത് അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും നല്ല ഫലപ്രദമായ ഒരു എക്സസൈസ് ആണ് കേട്ടോ. ഇതൊക്കെ എടുത്താണ് ഞാൻ അടുക്കള കടത്തുന്ന ഒരു ഡാൻസ് കളിച്ച് റീൽസ് ചെയ്തില്ലേ. അപ്പോൾ ഇടയ്ക്ക് ഈ എക്സസൈസിൻ്റെ ഒക്കെ ഓർത്ത് കാണിക്കുന്നതാണ് കേട്ടോ. അല്ല, നമുക്ക് അസുഖം വരാതിരിക്കാൻ നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിക്കുക. കാരണം താൻ പാതി ദൈവം പാതി എന്നാ. നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കേണ്ടത് നമ്മളാണ്. അപ്പം അമിതമായിട്ടുള്ള ഫുഡൊക്കെ വലിച്ചു വാരി തിന്നാണ്ട്, അഥവാ തിന്നുന്നവരാണെങ്കിൽ പോലും ഇങ്ങനെ കുറച്ച് എക്സസൈസും ഒക്കെ കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം വലിയ പ്രശ്നമില്ലാണ്ടിരിക്കും. അല്ലേ തന്നെ ചെയ്യുന്നേ, നമ്മൾ പകല് മൊത്തം ഇങ്ങനെ ഓരോന്ന് വലിച്ചു വാരി കഴിക്കും, എന്നിട്ട് എക്സസൈസ് ഒന്നും ചെയ്തില്ല, എന്നിട്ട് വണ്ണം കൂടുന്നേ പരാതി. അത് കഴിഞ്ഞിട്ട് രാത്രി എന്നാ ചെയ്യുന്നേ, രാത്രി ഒരു 8 മണി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനേ പാടില്ലാത്ത നമ്മൾ എന്നാ ചെയ്യുന്നേ, 10 മണിയാകുമ്പോൾ രാത്രിയിലെ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കീറി കിടക്കും. അപ്പം നമ്മുടെ ഇതിന് എന്നാ പറയുന്നത്, ദഹിപ്പിക്കാനായിട്ട് പറ്റുമോ?
അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുവാണല്ലേ. അപ്പം അടുത്ത ഇതെന്നാ നോക്കിക്കേ, കണ്ടോ, കൈ മുകളിലോട്ട് പുറകിലോട്ട് കൊണ്ടുപോയിട്ട് കാലയിൽ തൊടുവാണ് കേട്ടോ, ക്രോസ് ചെയ്യുന്ന മാതിരി. അപ്പുറത്തെ കൈ ഇപ്പുറത്തെ കൈ കാലയിൽ, അങ്ങനെ ഇപ്പുറത്തെ കൈ അപ്പുറത്തെ കാലയിൽ അങ്ങനെ ക്രോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു പരിധി വരെ ഈ പൊണ്ണത്തടി കൂടാൻ കാരണം എന്നാ, നമ്മൾ രാത്രി ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ കയറി കിടക്കും. അപ്പം നമ്മുടെ ഈ ഫുഡ് ദഹിപ്പിക്കാനായിട്ടുള്ള ഇത് പറ്റുമോ? അപ്പോൾ അങ്ങനെ കിടക്കുമ്പോഴാണ് നമുക്ക് ഈ സൈലന്റ് അറ്റാക്കും ഹാർട്ട് അറ്റാക്കും ഈ സ്ട്രോക്കും ഒക്കെ വരുന്നത് ഒരു പരിധി വരെ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ശരീരത്തിലുള്ളതെല്ലാം ഓരോ അവയവവും അതിന് ഓരോ ജോലികളുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഈ 24 മണിക്കൂർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് കൂടുതലും നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തെ പ്രവർത്തനങ്ങൾ നടക്കണ്ടേ. അപ്പം ആ മെഷീൻസിന് എല്ലാത്തിനും, അതായത് നമ്മുടെ എന്നാ പറയുന്നത്, കിഡ്നിക്കും ബ്രിക്കും കരളിനും ഹാർട്ടിനും ലിവറിനും എല്ലാം ഒരു ചെറിയൊരു ഇത് കൊടുക്കട്ടെ, ഒരു റെസ്റ്റ് കൊടുക്കട്ടെ. നമ്മളതാണ് ഇത്. നമ്മൾ രാത്രി ശരിക്കും ഫുഡ് അടിച്ചിട്ട് കിടക്കും അല്ലേ. അപ്പം ഇതേ കുറച്ച് കാലിങ്ങനെ അകത്തി വെച്ചു, എന്നിട്ട് മാറ്റെ കൊണ്ടുപോയി എൻ്റെ കൈ ഞാൻ മുട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുക. മുട്ട് വളയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ മുട്ട് വളയ്ക്കണ്ട. മുട്ട് ഇനി വളയുന്നുണ്ടെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല കണ്ടോ. ഇങ്ങനെ ഒരു 30 പ്രാവശ്യം ചെയ്യുക കണ്ടോ. അപ്പൊ ഇതൊക്കെ ചെയ്തപ്പോഴും എനിക്ക് ആദ്യം ഭയങ്കര പാടായിരുന്നു. നടുവിന് വേദന ഉള്ളതുകൊണ്ടേ നടുവിന് ഇങ്ങനെ ഭയങ്കര വിഷമം മുടക്കും വിമിഷ്ടം മുടക്കമൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ ഞാൻ കുറേ യൂട്യൂബിനകത്തുള്ള കുറേ മേഡന്മാർ ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ എടുത്തെടുത്ത് നോക്കി. പിന്നെ ഈ സാറിൻ്റെ തന്നെ കുറേ ഞാൻ നോക്കിയപ്പം അവരൊക്കെ നല്ല സ്ലിം ആയിട്ടായിരിക്കുന്നത്. എന്നാ അവർ ഫുഡും കൺട്രോൾ ചെയ്യും, എക്സസൈസും ചെയ്യും, വേണ്ട ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളവും കുടിക്കും. ഏത് വീഡിയോയ്ക്ക് അതാണെങ്കിലും അവർ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം അതാണ് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ പൊണ്ണത്തടി കൂടുന്നതും ഒക്കെ. നമ്മൾ തണുപ്പാണല്ലോ, അതുകൊണ്ട് വെള്ളം കുടിക്കാനോ, ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുക. ഒരു 3-3.5 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം ഉറപ്പായിട്ടും ഒരു മനുഷ്യൻ കുടിച്ചിരിക്കണം. എന്നാൽ കണ്ടോ, വയറിനൊക്കെ നല്ലതാണെന്ന് കേട്ടോ, വയറിനും നടുവിനും ഒക്കെ നല്ലതാണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പം നിർത്തിയിട്ട് വീണ്ടും ജോഗിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കോഴി മുട്ടയിട്ടെന്ന് തോന്നുന്നു അതിനിടയ്ക്ക് സൗണ്ട് കേൾക്കും നിങ്ങൾക്ക്. അപ്പം ഏകദേശം അത്യാവശ്യം കഴിയാറായി. ഇനി 1-2-3 സ്റ്റെപ്പും കൂടെയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴേനും തന്നെ ഉണ്ടല്ലോ നമ്മൾ നന്നായിട്ട് കതച്ച് വിയർത്ത് ശരീരമെല്ലാം ചൂടായി മുഖമെല്ലാം വിയർത്ത് നല്ല ഇതാവും. അപ്പോൾ ഈ 10 ദിവസം ഞാൻ പോകാത്ത കാര്യം ചെയ്യാത്ത കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് ഇടയ്ക്ക് എന്തോ പറഞ്ഞു പോയി. ഈ 10 ദിവസം ചെയ്യാതിരുന്നപ്പോഴത്തേനും എനിക്ക് 3 കിലോ കുറഞ്ഞിടത്തുനിന്ന് പെട്ടെന്ന് 1.5 കിലോ കൂടി. എന്നാന്ന് ചോദിച്ചാൽ ആ നഖത്തിന്റെ ഇത് തുടങ്ങി ഞാൻ ചെയ്യാണ്ടിരുന്നില്ലായിരുന്നോ, നഖം പറിച്ചപ്പം പോലെ ആ ഒരു സമയത്തെ ഒരിതും പിന്നെ ഇപ്പം ഈ 10 ദിവസം കൂടെ ചെയ്യാണ്ടിരുന്നപ്പത്തിന് എനിക്ക് 1.5 കിലോ വെയിറ്റ് പെട്ടെന്ന് ചാടിക്കൂടി കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യണം. എന്തൊരു കാര്യം ചെയ്താലും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള ഉപകാരപ്രദം ആകത്തുള്ളൂ കണ്ടോ. ഇനി അടുത്ത സ്റ്റെപ്പാണേ, ഓരോ അപ്പുറത്തെയും ഇപ്പുറത്തെയും കാല്, ഇടത് കാല് പൊങ്ങുമ്പോൾ വലത് കൈ പൊങ്ങുക, വലത് കാല് പൊങ്ങുമ്പോൾ ഇടത് കൈ പൊങ്ങുക. അതും നല്ല ഈ എക്സസൈസിനെല്ലാം ഭയങ്കര നമ്മുടെ ശരീരത്തിന് ഉപകാരപ്രദമായിട്ടുള്ള എക്സസൈസ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വ്യത്യാസം വന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്, സത്യം ഞാൻ പറയാം. അപ്പം അതിനിടയ്ക്ക് ഞാൻ ഈ കുറച്ച് ദിവസം ചെയ്യാതിരുന്നപ്പോൾ ഉള്ള വ്യത്യാസം കൂടെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒത്തിരി ഉപകാരപ്രദമാണ്, ഗുണകരമാണ്. പക്ഷെ ഞാൻ നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ബോഡി വെയിറ്റ് കൂടിയതുണ്ടോ 1.5 കിലോ ബോഡി വെയിറ്റ് ആണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവനെ കുറച്ചെടുക്കാനായിട്ട് ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ നഖം പറിച്ച് ഇന്നിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അത് ബുദ്ധിമുട്ടല്ലേ. അതുപോലെ തന്നെ ഈ വെളുപ്പിനെ എനിക്ക് പോകുന്നത് ആ 2 കാര്യത്തിന് ഞാൻ ഉഴപ്പിയപ്പോഴത്തേനും എനിക്ക് ബോഡി വെയിറ്റ് കൂടി. ഇതിലും നന്നായിട്ട് എൻ്റെ വയറൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളൊക്കെ പരിശ്രമിച്ച് നോക്കുക. ഒത്തിരി സ്ത്രീകൾ എനിക്കറിയാം വയറാ, സാരി കൊടുക്കാൻ പറ്റുന്നില്ല, ചുരിദാർ ഇടുമ്പോൾ ഭയങ്കര വിഷമമാ, ബുദ്ധിമുട്ടാണ്. പിന്നെ അടുത്തൊരു എക്സസൈസ് ഇതാണ്. അപ്പം കൈ ഇത് ഞാൻ ചെയ്യുന്നതിലുണ്ടല്ലോ, ഇതിന് മാത്രമേ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടൊക്കെ വരുന്നില്ല. കൈയുടെ ആ മുട്ട് വരെയുള്ള സ്ഥലം മുട്ടിയാണ് ആ സാറ് കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരുമിച്ച് മുട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇത് ഇങ്ങനെ മുട്ടിയിരിക്കണം കേട്ടോ. കൈവിരലും കൂപ്പി പിടിക്കുന്ന പോലെ കാണണം. പക്ഷെ എനിക്ക് എന്നാണ് ഇത് മാത്രം അത്രയ്ക്ക് അങ്ങ് പെർഫെക്റ്റ് ആകുന്നില്ല. എന്നാലും ഞാൻ സാറ് കാണിക്കുന്നതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്നാ പറയുന്നത്, നമ്മുടെ എക്സസൈസ് ഏകദേശമൊക്കെ ഇവിടെ കഴിയാറായിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് എടുത്ത് ഇപ്പം ഈ ഒരു ടൈമിൽ ഈ വീഡിയോ ഇടാൻ കാര്യം എന്നാണെന്നറിയോ,
എനിക്കിതുകൊണ്ട് ഒരുമാതിരി നല്ല ഉപകാരപ്രദമായി കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് തല്ലിന്ന് പറഞ്ഞു കുഴപ്പമാരി ഞാൻ ഒരു 10-25 ദിവസം ചെയ്തില്ല, അത് കഴിഞ്ഞ് ഇപ്പം 10 ദിവസം അടുപ്പിച്ച് ചെയ്തില്ല. അപ്പം പെട്ടെന്ന് എനിക്ക് 1.5 കിലോ വെയിറ്റ് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി കണ്ടോ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറച്ചുകൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റും. ഒത്തിരി പേര് അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ് പൊണ്ണത്തടിയാണ്, ചുരിദാർ എടുക്കുമ്പോൾ വയറാണ്, സാരി എടുക്കുമ്പോൾ വയറാണ്, ഭയങ്കര വൃത്തികേടാ സിന്ധുമ എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ വീട്ടിൽ കിടന്ന് തന്നെ നമുക്ക് ചാടിത്തുള്ളി സന്തോഷിച്ച് നമ്മുടെ വണ്ണം കുറയ്ക്കാൻ പറ്റുന്ന നല്ലൊരു എക്സസൈസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു വീഡിയോ എടുത്ത് ഇടാം എന്ന് കരുതിയത്. ഉണ്ടോ, ശരീരം ഫുള്ളായിട്ട് നന്നായിട്ട് വിയർക്കും. ഇപ്പം അത്യാവശ്യം നമ്മുടെ ഈ ഒരു എക്സസൈസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഓടിച്ചാടി പോകരുത്, ഒരു 2-3 സ്ട്രെച്ചിങ്സ് ചെയ്യണം. ഇതുണ്ടോ, വലത് കൈ അങ്ങോട്ടേക്ക് നീട്ടിപ്പിടിക്കുക, എന്നിട്ട് ഇടത് കൈയുടെ ആ മുട്ടിനകത്തോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് 1-2 കൈ ഇങ്ങനെ വിരലിങ്ങനെ തുറക്കുകയും നൂർക്കുകയും ചെയ്യുക ഒരു 5 തവണ. ഇത് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിനൊക്കെ ഉള്ള വേദനയൊക്കെ കുറയും. അതുകൊണ്ട് തന്നെ തിരിച്ചും ആ കൈ അങ്ങനെ ചെയ്യുക. അപ്പം ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നതിന് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെന്നീസ് എൽബോ വെക്കില്ലേ, അങ്ങനത്തെ വേദനയൊക്കെ കേട്ടിട്ടില്ലേ, അതിനൊക്കെ ഒത്തിരി വ്യത്യാസം വരും കേട്ടോ. മരുന്ന് കഴിക്കാണ്ട് നമ്മൾ നമ്മുടെ ശരീരം നോക്കുന്നതിനോളം നല്ലത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒരു പരിധി വരെ അസുഖം നമ്മൾ വരുത്തി വയ്ക്കുന്നതാണ്. സത്യമല്ലേ? പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ട്രെച്ചിങ്സ് കഴിഞ്ഞ് അടുത്തത് കാല് ലേശം ഇങ്ങനെ ആത്തി വെക്കുക, കൈ ഇങ്ങനെ ഒന്ന് കൊരുത്ത് പിടിക്കുക, എന്നിട്ട് മുകളിലോട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക. നമ്മുടെ സൈഡെല്ലാം ഇങ്ങനെ വലിഞ്ഞിരിക്കണം കേട്ടോ. കണ്ടോ, എന്നിട്ട് വിരലെ കുത്തി ഇങ്ങനെ പൊങ്ങുക. അതും 1, 2, 3 അങ്ങനെ 5 പ്രാവശ്യം ചെയ്യുക. കണ്ടോ, തള്ളവെള്ള കുത്തി നമുക്ക് വലിയാന്ന് എത്രയും മുകളിലോട്ട് വലിഞ്ഞ് പൊങ്ങി നിൽക്കുക. കണ്ടോ. അപ്പം രണ്ടാമത്തെ സ്ട്രെച്ചിങ്സും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിരൽ അങ്ങനെ തന്നെ കോർത്ത് പിടിക്കുക 2 കൈ കൂടെ. എന്നിട്ട് ഒരു സൈഡിലോട്ട് പെടലിയുടെ പുറകിൽ ഇങ്ങനെ തലയുടെ പുറകിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് പുറകോട്ട് കാലിച്ചിരി അകത്തി വെക്കുക. എന്നിട്ട് പുറകിൽ കൂടെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് താഴോട്ട് വില കൊടുക്കുക. ഉണ്ടോ, ഇപ്പുറത്തും അതുപോലെ തന്നെ. എന്നിട്ട് ഒരു 5 പ്രാവശ്യം കൗണ്ട് ചെയ്യുക. ഉണ്ടോ. അപ്പം നമ്മുടെ എക്സസൈസ് വീഡിയോയുടെ പൂർണ്ണമായിട്ടും ആ ഒരു 25 മിനിറ്റിൻ്റെ ആ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊക്കെയും ചെയ്താൽ നിങ്ങൾക്ക് ഒത്തിരി ശരീര പ്രശ്നങ്ങൾ, എന്താ പറയുന്നത്, അസുഖങ്ങൾ, കൊളസ്ട്രോള്, ഷുഗർ, പിന്നെ എന്താ പറയുക, ഒത്തിരി നമുക്ക് ടെൻഷൻ, ഓവർ ടെൻഷൻ, ഡിപ്രഷൻ എന്നൊക്കെ പറയല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന, ഇങ്ങനെ മനസ്സിനകത്ത് സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പരിധി വരെ എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റാൻ വരെ ഈ ഒരു എക്സസൈസ് ഒക്കെ എനിക്ക് ഒത്തിരി ഫലപ്രദമാണ് കേട്ടോ. അതുകൊണ്ട് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ടാറ്റാ.